അതിർത്തിയിലെ സംഘർഷത്തിൽ വ്യാജ പ്രചരണങ്ങൾ ഏറ്റുപിടിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയിലാണ് ഇന്ത്യക്കെതിരെ ഷഹബാസ് ഷെരീഫ് വ്യാജ പ്രചരണം അഴിച്ചുവിട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വൻ തിരിച്ചടിയേറ്റ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള ശ്രമമാണ് ഷെരീഫിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ. ഭാരതത്തിന്റെ സൈനിക സംവിധാനങ്ങൾ, വ്യോമത്താവളങ്ങൾ എന്നിവ നാമാവശേഷമാക്കിയെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അവകാശവാദം. റഫേൽ ജെറ്റ് വിമാനങ്ങൾ തകർത്തെന്നും അദ്ദേഹം രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയിൽ പറയുന്നു. യുദ്ധം വിജയിച്ചെന്ന മട്ടിലാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അവകാശവാദം. दुश्मन के फौजी अड्डे, असलहे के अंबार और एयर बेसेस देखते ही देखते सब खंडरात बन गए. उनके राफेल हमारे शाहीनों के निशाने पर आए और अल्लाह के फजल से. വ്യാജ പ്രചാരണങ്ങളാണ് ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈന്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഭാരതത്തിന്റെ സൈനിക കേന്ദ്രങ്ങളും വിമാനങ്ങളും തകർത്തെന്ന അവകാശവാദം തെറ്റെന്ന് കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. पाकिस्तान ने मिस इन्फॉर्मेशन का सहारा लेते हुए आदमपुर स्थित S-400 प्रणाली, सूरतगढ़ व सिरसा के हवाई अड्डों, नगरोटा के ब्रह्मोस बेस, देहरागिरी के तोपखाना पोजीशन तथा चंडीगढ़ के अग्रिम गोला बारूद डिपो को नष्ट करने के झूठे दावे सोशल मीडिया पर फैलाए. भारत इन फॉल्स नैरेटिव्स को पूर्णतः खारिज करता है. नियंत्रण रेखा पर पाकिस्तान ने ड्रोन घुसपैठ और भारी तोपखाना गोलाबारी के कई प्रयास किए. कुपवाड़ा, बारामूला, पुंछ, राजौरी और अखनूर सेक्टर्स में तोप, मोर्टार एवं हल्के हथियारों से भीषण गोलाबारी जारी रही. भारतीय सेना ने प्रभावी व तुलनात्मक प्रत्युत्तर देते हुए पाक सेना को काफी क्षति पहुंचाई. ആരാധനാലയങ്ങൾക്ക് നേരെ ഇന്ത്യൻ സേന വ്യോമാക്രമണം നടത്തിയെന്ന ദുഷ്പ്രചരണവും പാകിസ്ഥാൻ നടത്തിയിരുന്നു. മസ്ജിദുകളെയും ഗുരുദ്വാരകളെയും ഭാരതം ലക്ഷ്യം വെക്കുന്നുവെന്ന ദുഷ്പ്രചരണമാണ് നടത്തിയത്. സമൂഹത്തിന്റെ ഐക്യം തകർക്കാനുള്ള നീക്കമായിരുന്നു പാകിസ്ഥാന്റെ ഈ വ്യാജ പ്രചരണത്തിന് പിന്നിൽ. ഭാരതത്തിന്റെ സൈനിക സംവിധാനങ്ങളെ തകർത്തു എന്ന അവകാശവാദം വ്യക്തമായ യാതൊരു തെളിവുകളുടെയും പിൻബലം ഇല്ലാതെയാണ് എന്നതും വസ്തുതയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.